സുഹൃത്തുക്കളെ, നമ്മളൊക്കെ നമ്മുടെ മകളുടെ കല്യാണത്തിന്, നമ്മളുടെ മകന്റെ കല്യാണത്തിന് നമ്മളൊരു പുതിയ വീടുണ്ടാക്കിയിട്ട് അവിടെ താമസിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ്. അവിടെ നമ്മുടെ പന്തലിലും പന്തലിന് പുറത്തും എല്ലാം നല്ല ഡെക്കറേഷൻ ബൾബുകൾ ഘടിപ്പിക്കുന്നു. അതേപോലെ തന്നെ അവിടെ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന്റെ മദ്ഹ് ബുറുദ പാടുന്നു. അതേപോലെ ഭക്ഷണമുണ്ടാക്കി ആളുകൾക്കൊക്കെ കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതാരും തെറ്റാണെന്ന് പറയാറില്ലല്ലോ. കാരണം അത് അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് എന്നതുകൊണ്ടാണ്. എന്നാൽ അതിനേക്കാളെല്ലാം വലിയ സന്തോഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന മുഅ്മിനീങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു ഡെക്കറേഷൻ ബൾബ് ഏതെങ്കിലും പള്ളിയുടെ മേലെയോ മദ്രസന്റെ മേലെയോ വെക്കുമ്പോഴേ അതൊക്കെ കടുത്ത തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ആരും ഇവിടെ കിതാബിന്റെ ഇബാറത്ത് വായിക്കണ്ട. അതൊരിക്കലും കല്യാണ വീട്ടിലോ കല്യാണം നടക്കുന്ന ഏതെങ്കിലും വീട്ടിന്റെ മേലെയോ അല്ലെങ്കിൽ റബീഉൽ അവ്വലിൽ പള്ളിയുടെ മേലെയോ അല്ലെങ്കിൽ മദ്രസയുടെ മേലെയോ ഏതെങ്കിലും ലൈറ്റ് വെക്കുന്ന അഥവാ ഈ ഡെക്കറേഷൻ ബൾബിൽ നൽകുന്നതിന് ഒരിക്കലും ബാധകമായ ഇബാറത്തല്ല അത്. അതിനെ സംബന്ധിച്ച് പറയുന്ന ഉദ്ധരണിയുമല്ല അത്. ഇമാം നവവി അങ്ങനെ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇമാം നവവിയുടെ കാലത്ത് മൗലിദില്ലായിരുന്നു എന്ന് കൂട്ടിപ്പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനത്തെ കബളിപ്പിക്കലൊന്നും ആരും നടത്തി സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കരുത് എന്ന് വിനയപൂർവ്വം അദ്ദേഹത്തോടും അദ്ദേഹത്തെ പോലുള്ളവരോടും ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ ജനിച്ച വകയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, അതിന്റെ വകയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവനവന്റെ മകളുടെയോ മകന്റെയോ വിവാഹത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവനവൻ ഒരു പുതിയ വീടുണ്ടാക്കി താമസിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയതിലുള്ള സന്തോഷം കാരണത്താൽ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലുള്ള ലൈറ്റ് പിടിപ്പിച്ചാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബൾബ് പിടിപ്പിച്ചാൽ അത് തെറ്റാണെന്ന് ഒരു കിതാബിലും എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, മഹാന്മാരായ ഇമാമിങ്ങൾ അങ്ങനെ അലങ്കരിക്കുന്നതും മറ്റും നല്ലതാണ് എന്ന് തന്നെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. നമ്മുടെ കുട്ടികൾക്ക് റബീഉൽ അവ്വൽ 12 നല്ല വസ്ത്രം ഉണ്ടാക്കി കുട്ടികളെ അലങ്കരിക്കണം. അതേപോലെ അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് കഴിവിന്റെ പരമാവധി അവരെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അനുവദനീയമായ